അങ്ങനെ നമ്മുടെ ഹരീഷ് നീതുവിനോട് തീർത്ത് പറയാണ് എന്തായാലും സുഭാഷ് ഏട്ടനെ കല്യാണം കഴിയാതെ നമ്മുടെ കല്യാണം കഴിയില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നീതുവിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. നമ്മുടെ ഹരീഷാണെങ്കിൽ വിഷമിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും കടന്നുറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആവണ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ഓരോന്ന് പണിയെടുക്കുന്ന സമയത്ത് നമ്മുടെ നിധി ഇങ്ങനെ കുളിച്ച് വരുന്നുണ്ട്. ഇന്ന് പോണം മോളെ ജോലിക്ക് ചോദിക്കട്ടെ. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട് അതേ ഏട്ടാ 2-3 ദിവസം പോയത് തന്നെ അറിഞ്ഞില്ല, അടിപൊളിയായിരുന്നു, ഇനി എപ്പോഴും അങ്ങനെ ഒന്ന് ആഘോഷിക്കാമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട് എന്നാൽ നിധി ലീവ് എടുക്ക്, നമുക്ക് ഇനി എങ്ങനെയെങ്കിലുമൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് അയ്യോ ഇനി ലീവ് കിട്ടില്ല, ഇനി 6 മാസത്തേക്ക് ലീവ് തന്നെ ഇല്ല എന്ന് പറഞ്ഞ നിധി. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നത് അന്ന് 6 മാസം കഴിയട്ടെ നമുക്ക് എവിടേക്കെങ്കിലും ലോങ് ട്രിപ്പ് പോകാമെന്നൊക്കെ പറഞ്ഞ നിധിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. നിധി ഇങ്ങനെ കുളിക്കാൻ പോകേണ്ട ആ സമയത്താണ് നമ്മുടെ നിധിയുടെ ഓഫീസിലത്തെ മാനേജർ വരുന്നത് സിദ്ധാർത്ഥിനെ കാണുന്ന സമയത്ത് നമ്മുടെ സുധീഷിനാണെങ്കിൽ ദേഷ്യമുണ്ട്. എങ്ങനെയെങ്കിലും അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കണ്ടേ, എന്തിനാ ഇപ്പോൾ സാറ് വന്നതെന്ന് പറയുമ്പോൾ അല്ല 2-3 ദിവസമായിട്ട് നിധിയെ ഓഫീസിലേക്ക് കാണാനില്ല, അതിന് അവൾ ലീവ് പറഞ്ഞിരുന്നില്ലേ ചോദിക്കുന്നത് സുധീഷ്. ആ ലീവ് പറഞ്ഞിരുന്നു, പക്ഷെ എന്നാലും അവളെ കാണാത്തതുകൊണ്ട് അവൾക്ക് വല്ല വെയ്യായി ഉണ്ടോ എന്ന് അന്വേഷിച്ച് വന്നതാന്ന് പറയുന്നത്. അത് കണ്ടുകൊണ്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ വരുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ പറയുന്നത് എന്താണ് നീ സാറിനെ പുറത്തന്നെ നിർത്തി സംസാരിക്കുന്നത്, ഉള്ളിലേക്ക് കയറി വരൂ സാറേ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് ഇരുത്തുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ നിധിയും വരുന്നുണ്ട്. ആ സിദ്ധാർത്ഥ സാർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. എന്താ നിധി 2-3 ദിവസമായിട്ട് ഓഫീസിലേക്ക് വന്നില്ല, ഞാൻ ലീവ് പറഞ്ഞിരുന്നല്ലോ. ആ ലീവ് പറഞ്ഞിരുന്നു, പക്ഷെ നിന്നെ കാണാത്തതുകൊണ്ട് എന്തെങ്കിലും വല്ല വെയ്യായി ഉണ്ടോ വിചാരിച്ചേ, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. സുധീഷ് അവിടെ നിന്നിട്ട് സ്വപ്നം കാണുന്നുണ്ട് നമ്മുടെ സിദ്ധാർത്ഥ സാറിനെ പോയിട്ട് അടിച്ചിട്ട് നീ എന്തിനാടാ നിധിയുടെ കാര്യം അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അടിച്ചിട്ട് ഉരുട്ടണൊക്കെ പോലെ നമ്മുടെ സ്വപ്നം കണ്ട് പെട്ടെന്ന് ആ സ്വപ്നത്തിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടാവും, ഒന്നും ചെയ്യണില്ല. എന്തായാലും നമ്മുടെ സിദ്ധാർത്ഥ സാറിന് നമ്മുടെ സുഭാഷ് ഏട്ടൻ ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ സാർ പറയുന്നുണ്ട് നിധി നീ പുറപ്പെടും നമുക്ക് ഒപ്പം ഓഫീസിൽ പോകാമെന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷിന് ഇനിയും ദേഷ്യം വേണ്ട. സുധീഷ് പറയുന്നത് ഇല്ല ഞങ്ങൾ കൊളന്നാക്കിക്കോളാം, നിങ്ങൾ പോയിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് സിദ്ധാർത്ഥിനെ പറഞ്ഞയക്കുന്നുണ്ട്. എന്തായാലും സിദ്ധാർത്ഥ് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സുധീഷ് മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് ഞാനാണ് അവളുടെ ഭർത്താവ് ഒന്ന് പോയി പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നിധി പറയുന്നുണ്ട് എന്താ സിദ്ധാർത്ഥ സാർ ഇനിയും പോയില്ലേ ചോദിച്ചിട്ട് വരുന്നുണ്ട്. ആ എന്താ പോവാ ഇറങ്ങുകയാണ്, എന്തോ നിങ്ങൾക്ക് പറയാണ്ടായിരുന്നല്ലോ സുധീഷിനോട് നമ്മുടെ സിദ്ധാർത്ഥ ചോദിക്കേണ്ടത്. ഒന്നുമില്ല ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും സിദ്ധാർത്ഥ ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മൾ നിധി ഓഫീസിലേക്ക് ഇറങ്ങുന്നത് നമ്മുടെ നികേഷും കോളേജിലേക്ക് ഇറങ്ങേണ്ടത്. ആ സമയത്ത് രണ്ടാളും ഒപ്പം ഇറങ്ങുന്ന സമയത്ത് നമ്മൾ സുധീഷ് ഇറങ്ങേണ്ടത്, എവിടെയെങ്കിലും സിദ്ധാർത്ഥ നിൽക്കുന്നുണ്ടോ എന്നാണ് അവൻ്റെ മനസ്സിൽ വിചാരം. എന്തായാലും അവനും അവരുടെ ഒപ്പം ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നിധി പറയുന്നത് നിങ്ങൾ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടണം, നിങ്ങൾ പോയിക്കോളി എന്ന് പറയണ്ടേ ഞാനും വരാമെന്ന് പറയേണ്ടത്. എന്തായാലും 3 ആളും കൂടി ഇങ്ങനെ പോണ സമയത്ത് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ നമ്മുടെ നികേഷിൻ്റെ കണ്ണ് മുഴുവൻ റോട്ടിലേക്ക് ഗായത്രി വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ആ കുട്ടി വരുന്ന സമയത്ത് നമ്മൾ സുധീഷിനോട് പറയുന്നത് നോക്കേട്ടാ ഞാൻ പറഞ്ഞ പെൺകുട്ടി അതാണ്, ഇങ്ങനെ നേരിട്ട് നോക്കലേ മെല്ലെ പതിയെ നോക്കി എന്നൊക്കെ പറയുന്നത്. എന്നാലും നമ്മുടെ സുധീഷ് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ കുട്ടി നിന്നെ നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതാടാ കുട്ടി എനിക്ക് മനസ്സിലാവണില്ല, മറ്റേ കുട്ടി എനിക്ക് മനസ്സിലായി, ഈ കുട്ടി എനിക്ക് മനസ്സിലാവണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നിധി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ കുട്ടികളെയും അറിയുമോ ചോദിക്കുന്നുണ്ട്. ആ ഞാൻ ചെറുപ്പം മുതൽ ഇവിടെ അല്ലേ വളർന്ന നിധി, അതുകൊണ്ട് എനിക്ക് എല്ലാ കുട്ടികളെയും അറിയാമെന്നൊക്കെ പറഞ്ഞ് ചെറിയ കുട്ടി മുതൽ മുത്തശ്ശി വരെ എനിക്ക് അറിയാമെന്ന് പറയും. നിങ്ങൾക്ക് എന്താ സെൻസസ് എടുക്കലായിരുന്നു പണി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധീഷിനെ നിധി ഒരുപാട് കളിയാക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് എങ്ങനെയെങ്കിലും വേറെ വാക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആ നിധി എന്തായാലും ഓണം വരില്ല നിനക്ക് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. ഓണം വരുമ്പോൾ നീ നിൻ്റെ വീട്ടുകാരെ ഒക്കെ മിസ് ചെയ്യുന്നുണ്ടോ ചോദിക്കുമ്പോൾ അതെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഓണത്തിന് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ കൂടും അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ കുട്ടിയാണെങ്കിലോ ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചിട്ട് ആ കുട്ടി കയറി പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ നികേഷിനാണെങ്കിൽ വലിയ വിഷമമുണ്ട്. എന്തായാലും ആ ഓട്ടോയിൽ കയറി പോകുന്ന സമയത്ത് നമ്മുടെ ഗായത്രി തല പുറത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ നികേഷിനെ നോക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ നികേഷിനാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. എന്തായാലും സുധീഷ് ഇങ്ങനെ കളിയൊക്കെ ആക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടൻ ജോലിക്ക് പോണ സമയത്ത് നമ്മുടെ നീത് ഓടി വരുന്നുണ്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ അടുത്തേക്ക്. എന്നിട്ട് പറയണ്ടേ ഏട്ടാ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അനിയനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി, എനിക്ക് ഇനി എൻ്റെ വീട്ടിൽ ഒട്ടും പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഇപ്പം കണ്ടില്ലേ ഞാൻ എത്ര പ്രാവശ്യം പറയണ്ടേ എനിക്ക് ഹരീഷിനെ ഇഷ്ടം, എന്നാലും എൻ്റെ വീട്ടുകാർ വേറെ കല്യാണം ആലോചിക്കണം, എന്നെ കൊണ്ടേ കല്യാണം കഴിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഒന്ന് ഏട്ടാ എങ്ങനെയെങ്കിലും പറഞ്ഞ് എന്നെ ഒന്ന് കല്യാണം കഴിക്കാൻ പറയൂ. അവനാണെങ്കിൽ ഒറ്റ വാശി നിങ്ങളെ കല്യാണം കഴിയാതെ ഒരിക്കലും എന്നെ കല്യാണം കഴിക്കില്ല എന്നാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് കല്യാണം കഴിക്കും, അതായത് ഇതിനൊരു പോം വഴിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ കല്യാണം ഇല്ലെങ്കിൽ ഒരിക്കലും കഴിയില്ല എന്നാണ് അവന് പേടി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടന് ആകെ വിഷമമുണ്ട്. അവൻ്റെ വേണ്ടിയിട്ടാണ് അവൻ കല്യാണം കഴിക്കാത്തത്, സുഭാഷ് ഏട്ടന് വേണ്ടിയിട്ടാണെന്നൊക്കെ വിചാരിക്കുമ്പോൾ വലിയ വിഷമമായിട്ട് നിൽക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.